എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വാട്ടർ ലില്ലിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ വാട്ടർ ലില്ലിയും വാട്ടർ പ്ലാന്റ്സും ഒക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാർ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ചോദിക്കുക. ഈ കാണുന്ന മിക്കവാറും പ്ലാന്റ്സുകളെല്ലാം സെയിലിനുള്ളതാണ്. ഫ്ലവറിങ് പ്ലാന്റുകളാണ്. നിങ്ങൾക്കൊരു കോംബോ ഓഫറിൽ വാങ്ങിക്കുക. പിന്നെ 80 രൂപ മാത്രമേ ഉള്ളൂ മിക്രാന്ത ബ്ലൂവിൻ്റെ പ്ലാന്റിന്. ബാക്കിയെല്ലാം കുറച്ചുകൂടി റേറ്റാണ്. തുടക്കക്കാർക്ക് പറ്റിയ വെറൈറ്റിയാണ് മിക്രാന്ത ബ്ലൂ. പിന്നെ ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടിരുന്നു. അതിൽ മിക്രാന്ത ബ്ലൂ അടങ്ങുന്ന ഒരു കോംബോ ഓഫറാണുള്ളത്. മിക്രാന്ത ബ്ലൂവും ഒരു കൊളോക്കേഷ്യ വെറൈറ്റിയും കൂടി ചേർത്ത് 10 പ്ലാന്റ്സ് 250 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൊറിയർ ചാർജ് ഫ്രീ ആണ് കേരളത്തിനകത്ത്. അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് കണ്ടതിന് ശേഷം വേണമെങ്കിൽ ഓർഡർ ചെയ്യുക. പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സെയിലിനായിട്ടുള്ള കുറേ വാട്ടർ പ്ലാന്റ്സുകളാണ്. ഇപ്പോൾ കണ്ട വാട്ടർ ലില്ലിയും സെയിലിനുള്ളതാണ്. അത് ബുൾസൈ ആണ്. അതിന് അത്യാവശ്യം നല്ല റേറ്റുണ്ട്. പിന്നെ ട്യൂബറിൽ നിന്നുമാണ് തൈകൾ ഉണ്ടാകുന്നത്. എങ്കിൽ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. നല്ല കടും കളറാണ്, കടുത്ത റെഡ് കളറാണ്. അപ്പോൾ വേണമെന്നുള്ള കൂട്ടുകാർ ചോദിക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ ഡൗബനാണ്. ഡൗബനൊക്കെ വെള്ള വാട്ടർ ലില്ലി ആവശ്യമുള്ള കൂട്ടുകാർക്ക് ഡൗബൻ വാങ്ങാവുന്നതാണ്. അപ്പം ഡൗബൻ, മിക്രാന്ത, ഇസ്ലാമോറാഡ, ബ്ലൂ വിസിൽ ഇതെല്ലാം നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. പിന്നെ സ്നോ ഫ്ലാക്സ് എന്നൊക്കെ പറയുന്ന വാട്ടർ പ്ലാന്റുകളുണ്ട്. ജപ്പോണിക്ക, മെക്സിക്കൻ സോഡ് ഇതെല്ലാം കോംബോയ്ക്കകത്തുള്ളതാണ്. കോംബോ ഓഫറിലുള്ള വാട്ടർ പ്ലാന്റ്സ് വേണമെങ്കിൽ അങ്ങനെയും തരുന്നതാണ്. ഇന്നലെ ഇട്ടിരുന്ന ഷോർട്സിലെ കോംബോയിൽ നമുക്ക് ജപ്പോണിക്ക ഇല്ല, മെക്സിക്കൻ സോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മെക്സിക്കൻ സോഡ്, കൊളോക്കേഷ്യ പ്ലാന്റ്സ്, പിന്നെ മിക്രാന്ത ബ്ലൂ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ അടങ്ങുന്ന കോംബോയാണ് ഇന്നലെ ഇട്ടിരുന്ന ഷോർട്സിൽ. അപ്പോൾ അത് വേണമെന്ന് കൂട്ടുകാർ ചോദിക്കും. അപ്പോൾ വാട്ടർ പ്ലാന്റിന് ഒക്കെ നടാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് പറ്റിയ പ്ലാന്റുകളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ചെറിയ റേറ്റിൽ തന്നെ ഒരുപാട് പ്ലാന്റുകൾ സ്വന്തമാക്കുക. അതുപോലെ തന്നെ കോംബോ ഓഫറൊക്കെ വാങ്ങിക്കുന്നവർക്ക് 1, 2, 3 പ്ലാന്റുകളൊക്കെ നമ്മൾ ഏതെങ്കിലും വാട്ടർ പ്ലാന്റ്സുകളൊക്കെ ഫ്രീ ആയി കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഏതെങ്കിലും പ്ലാന്റുകൾ വേണമെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ലോട്ടസിലൊക്കെ ബഡ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഡോർമൻസി പീരീഡൊക്കെ കഴിഞ്ഞിട്ട് ലോട്ടസിൽ ബഡ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരുടെയും ലോട്ടസിൽ ഫ്ലവർ ആകുന്നതാണ്. വാട്ടർ ലില്ലി എല്ലാം നല്ല വിവേപാര സിനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഇസ്ലാമോറോടെയും മിക്രാന്തയും കൂടെ ഒരു ടബിൽ നിൽക്കുന്നതാണ്. വാട്ടർ ലില്ലിയൊക്കെ 2-3 ദിവസം തന്നെ ഈ ഫ്ലവർ തന്നെ നിൽക്കും. വൈകുന്നേരം ഇത് ബഡ് പോലെ ആയതിനു ശേഷം പിറ്റേന്നാകുമ്പോഴത്തേക്ക് വീണ്ടും വിരിഞ്ഞ് ഇതുപോലെ തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങിച്ചാൽ ഒരുപാട് തൈകൾ അതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ലീഫിൽ നിന്ന്. ഇപ്പോഴും നമ്മൾ ഒരുപാട് അസുഖങ്ങളായാലും നമ്മുടെ പ്ലാന്റിനൊക്കെ ദോഷം ചെയ്യും. അതുകൊണ്ട് ടബിൽ നിന്ന് കുറേയൊക്കെ വാരി മാറ്റണം. ഇതൊക്കെ നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അസോളയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞ് നമ്മുടെ മറ്റുള്ള പ്ലാന്റുകൾക്ക് ചേർക്കാവുന്നതാണ്. പോട്ട് മിക്സായിട്ട് ഉപയോഗിക്കാം, അല്ലാതെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വാട്ടർ ലില്ലിയൊക്കെ നടുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ യാതൊരു കെയറും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് ടബിൻ്റെ നടുക്ക് ഈ പ്ലാന്റിന് താഴ്ത്തി കൊടുത്ത് വെള്ളം നിറച്ച് അസോളയൊക്കെ ഇട്ട് വെയിലത്ത് വെച്ചിരുന്നാൽ വളരെ വേഗം തന്നെ ഈ പ്ലാന്റ് എല്ലാം പിടിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ ഇടയ്ക്ക് നമ്മൾ ആഴ്ചയിൽ വെള്ളം മാറ്റി കൊടുക്കണം. പിന്നെയുള്ളത് ഒച്ചിൻ്റെ ശല്യമാണ് വാട്ടർ ലില്ലിക്ക് മെയിനായിട്ടുള്ളത്. അതിന് നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും അങ്ങനെയുള്ള മരുന്നുകളൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് കോളിഫ്ലവറിൻ്റെയൊക്കെ ഇലകൾ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാബേജ് അതൊക്കെ ഇട്ടാൽ ഒരുവിധം ഒച്ചൊക്കെ പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിതൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ വെള്ളം മാറ്റി കളഞ്ഞതിന് ശേഷം പുതിയ വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല വെയിലത്ത് ഈ ഒച്ചെല്ലാം മുകളിൽ വന്ന് കിടക്കും. അപ്പോൾ നമുക്കതിനെ എടുത്ത് നശിപ്പിച്ച് കളയാവുന്നതാണ്. അങ്ങനെയാണ് ഇത് ഒച്ചകളുടെ നിയന്ത്രണം. അല്ലാതെ പ്രത്യേകിച്ച് വാട്ടർ ലില്ലിക്ക് നമ്മൾ വലിയ ശല്യങ്ങളൊന്നുമില്ല, മറ്റുള്ള പ്രാണികളുടെ ഒന്നും ശല്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളുടെ പോട്ട് മിക്സിൻ്റെ കുഴപ്പം കൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. എല്ലുപൊടി പോലെയുള്ള അതൊന്നും ഒരുപാട് ഉപയോഗിക്കരുത്. ചാണകപ്പൊടി മാത്രം ഇട്ടാൽ മതി. ഇപ്പോൾ ഇത് നമുക്ക് സെയിലിനായിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതൊക്കെ അത്യാവശ്യം റേറ്റുള്ളതാണ്. അപ്പം റേറ്റുള്ള വാട്ടർ ലില്ലിയും ഉണ്ട്, റേറ്റ് കുറഞ്ഞതും ഉണ്ട്. ഏതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഫ്ലവർ ഇട്ട് എൻ്റെ പിക്കിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പം ബുൾസൈഡ് 1-2 പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. വേണ്ട കൂട്ടുകാർ ചോദിക്കുക.
DTDC വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നത്. വീഡിയോ ഇഷ്ടമായ